السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാംക്ഷ ഉണർത്തുന്ന ഒരു ചോദ്യം സഹാബിമാരോട് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം ഇപ്രകാരമായിരുന്നു: അയുഹിബ്ബു അഹദുക്കും ഇദാ റജഅ ഇലാ അഹ്ലിഹി അൻ യജിദ ഫീഹി സലാസ ഖലിഫാത്തിൻ ഇളാമിൻ സിമാനിൻ? ഖുൽനാ നഅം. ഖാല ഫസലാസു ആയാത്തിൻ യഖറഉ ബിഹിന്ന അഹദുക്കും ഫീ സ്വലാത്തിഹി ഖൈറുൻ ലഹു മിൻ സലാസി ഖലിഫാത്തിൻ ഇളാമിൻ സിമാനിൻ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. എന്താണ് ഇവിടെ നബി തങ്ങൾ ചോദിച്ച ആകാംക്ഷയുണർത്തുന്ന ചോദ്യം? സഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിച്ചെന്ന് നോക്കുമ്പോൾ, തൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് നോക്കുമ്പോൾ ഒരാൾ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ അയാൾ കാണുന്നത് എന്താണ്? അൻ യജിദ ഫീഹി സലാസ ഖലിഫാത്തിൻ ഇളാമിൻ സിമാനിൻ. നല്ല നിറവയറോടെ നിൽക്കുന്ന ഗർഭിണിയായ ഒരു ഒട്ടകം. ആ ഒട്ടകം നല്ല തടിച്ചു കൊഴുത്ത, നല്ല വലുപ്പത്തിലുള്ള, ഇറച്ചിയും മാംസവും നെയ്യുമൊക്കെ മുറ്റി നിൽക്കുന്ന, നല്ല തടിച്ചു കൊഴുത്ത നല്ല 3 ഗർഭിണികളായ ഒട്ടകങ്ങൾ. അറേബ്യൻ സമ്പത്തിന്റെ മേഖലയിൽ അറബികൾ ഏറെ വലിയ സമ്പത്തിന്റെ കാര്യങ്ങളായി കാണുന്നതാണ് ഗർഭിണിയായ ഒട്ടകം എന്ന് പറയുന്നത്. അത് തന്നെ നല്ല ഇറച്ചി മുറ്റി നിൽക്കുന്ന, നെയ്ക്കൊഴുപ്പുള്ള, നല്ല കാണാൻ രസമുള്ള, ആ നിലക്കുള്ള തടിച്ചു കൊഴുത്ത പെണ്ണൊട്ടകം. അത് ഗർഭിണിയായിട്ട് നിൽക്കുന്ന ആ സമയം ഒരു അറബിയുടെ മനസ്സിൽ സമ്പത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു കാര്യമായിട്ടാണ് അവർ ഗണിക്കാറുള്ളത്. ഇതാണ് നബിതങ്ങളുടെ ചോദ്യം. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വീട്ടിൽ ഇതൊന്നുമില്ല, ഭാര്യ മക്കളും മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിന്ന് പുറത്തു പോയി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മുറ്റത്ത് ഇങ്ങനെ 3 നല്ല പെണ്ണൊട്ടകങ്ങൾ നിറവയറോടെ നിൽക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് കാണുന്നത് ഇഷ്ടമാണോ? സഹാബത്തിനോട് അള്ളാന്റെ റസൂലിന്റെ ചോദ്യം. അവര് പറഞ്ഞു, അതേ നബി, ആർക്കാത് ഇഷ്ടമല്ലാതിരിക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇക്കാര്യമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ചോദ്യത്തിന് മറുപടി അള്ളാന്റെ റസൂൽ ഇപ്രകാരമാണ് പറയുന്നത്: എങ്കിൽ ഫസലാസു ആയാത്തിൻ, 3 ആയത്തുകൾ യഖറഉ ബിഹിന്ന അഹദുക്കും ഫീ സ്വലാത്തിഹി, നിങ്ങളിൽ ഒരാൾ തന്റെ നമസ്കാരത്തിൽ ആ ആയത്തുകൾ പാരായണം ചെയ്യുന്നു എങ്കിൽ, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ നമസ്കാരത്തിൽ 3 ആയത്തുകൾ പാരായണം ചെയ്യുന്നത് ഖൈറുൻ ലഹു, അവന് ഉത്തമമാണ്, മിൻ സലാസി ഖലിഫാത്തിൻ ഇളാമിൻ സിമാനിൻ, ഈ നിറവയറോടെ നിൽക്കുന്ന ഗർഭിണികളായ 3 തടിച്ചുകൊഴുത്ത ഒട്ടകങ്ങളെ ലഭിക്കുന്നതിനേക്കാളും അവന് ഖൈറായ കാര്യം ഇതാകുന്നു. ഇതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 802-ാമത്തെ നമ്പറായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. സഹോദരങ്ങളെ, വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മഹത്വവും പുണ്യമൊക്കെ അറിയാത്തവരല്ല നമ്മൾ. ഒരക്ഷരത്തിന് 10 പുണ്യമാണുള്ളത്. അലിഫ് ലാം മീം എന്നൊരാൾ പറഞ്ഞാൽ 30 പുണ്യം അതിനുണ്ട് എന്ന് പഠിച്ചവരാണ് നമ്മൾ. അപ്പൊ നമസ്കാരത്തിലാകുമ്പോഴോ അതിന്റെ മഹിമയും മേന്മയും പ്രാധാന്യമൊക്കെ കൂടുകയാണെന്നാണ് ഈ പറയുന്നത്. ഒരാൾ നിസ്കാരത്തിൽ 3 ആയത്ത് തന്റെ റബ്ബുമായിട്ടുള്ള നമ്മുടെ ഒരു പിടിവള്ളിയാണ് ഖുർആൻ പാരായണം. നിരന്തരം നമ്മൾ അള്ളാഹിനോട് ബന്ധപ്പെടുന്ന ഒരു നമ്മുടെ കയറാണത്, ഒരു പിടിവള്ളിയാണത്. റബ്ബിലേക്ക് നമ്മെ എത്തിക്കുന്ന നമ്മുടെ ഒരു മീഡിയയാണത്. എന്ത്? ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് മനസ്സിന് വല്ലാത്ത സമാധാനം നൽകുന്ന ഒരു കാര്യമാണത്. പരലോക സുരക്ഷ നമുക്ക് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യവുമാണത്. അങ്ങനെയൊക്കെ മഹത്വമേറിയ ഒരു കാര്യം നിസ്കാരത്തിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ ഇത്ര പ്രാധാന്യം പറയാൻ കാരണം? ലിഅന്ന ഖിറാഅത 3 ആയാത്തിൻ മിനൽ ബാഖിയാത്തി സ്സാലിഹാത്തി നാഫിആത്തി ഫിൽ ആഖിറ വന്നൂഖു മിനസ് സായിദാത്തിൽ ഫാനിയാത്തി ഫിദ് ദുനിയ. പണ്ഡിതന്മാരെ പറയാണ്, എന്ത്? 3 ആയത്ത് നമ്മൾ നിസ്കാരത്തിൽ പാരായണം ചെയ്താൽ അത് ബാഖിയാത്തു സ്സാലിഹാത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ബാക്കിയാകുന്ന ഒരു നല്ല അമലായിട്ട് അത് നമുക്ക് പരലോക കർമ്മമായിട്ട് അവിടെ ഒരു നിക്ഷേപമായി നീക്കിവെക്കപ്പെടുന്നുണ്ട്. അതേ അവസരത്തിൽ ഒരാളുടെ കയ്യിൽ എത്ര വലിയ മുതലുള്ളപ്പം ഈ 3 ഒട്ടകം, വലിയ പെണ്ണൊട്ടകം ഉണ്ടായി, എത്ര വലിയ സമ്പത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയപ്പെടാവുന്ന എന്ത് തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായാലും അതൊക്കെ അൽ ഫാനിയാത്തി ഫിദ് ദുനിയാനാണ്. ഒക്കെ ദുന്യാവോടുകൂടെ നശിക്കാനുള്ളതാണ്. എത്ര വലിയ മുതലാളിയാണെങ്കിലും, സമ്പന്നനാണെങ്കിലും, ബാങ്ക് ബാലൻസ് ഉള്ളവനാണെങ്കിലും, വാഹനങ്ങളുടെ ഉടമയാണെങ്കിലും, വമ്പിച്ച ധനാട്യനാണെങ്കിലും ഒക്കെ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. 3 കഷ്ണം തുണി മാത്രം, അല്ലേ? ബാക്കി ഒന്നും ഇവിടെ ഒന്നും ഉണ്ടാവില്ല. എല്ലാം നശിച്ചു പോകാനുള്ളതാണ്. നമ്മളും നശിക്കും, എല്ലാവരും നശിക്കും, എല്ലാം നശിക്കും. അതേ അവസരത്തിൽ വൽ ബാഖിയാത്തു സ്സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ, എന്നെന്നും ബാക്കിയാകുന്ന സാലിഹായ സൽക്കർമ്മങ്ങൾ അതാണ് എന്നെന്നും അവിടെ നിലനിൽക്കുന്നത് പ്രതിഫലത്താൽ.
എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ 3 ആയത്ത് നമ്മൾ നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ 3 ഒട്ടകം, അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് 3 എണ്ണത്തിന് മാത്രം ബാധകമല്ല, 3-ൽ പരിമിതപ്പെടുത്തിയതല്ല. 4 ആയത്ത് ഓതിയാൽ 4 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ 5 ആണെങ്കിൽ അതിന്റെ തോതനുസരിച്ച് എത്ര എണ്ണം കൂട്ടി ഓതുന്നുവോ അതിനപ്പുറമുള്ള അതിന്റെ അത്ര എണ്ണം നമുക്ക് ഭൗതിക ലോകത്തുള്ള അത്യുന്നതമായ സമ്പത്തിന്റെ ഉടമയായി മാറുന്നതിനേക്കാൾ അത് നമുക്ക് ഖൈറാണ് എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറന്നു പോകരുത്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്കിത് നിർവഹിക്കാം. ഇമാമും ജമാഅത്തുമായിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഇമാമിന്റെ ഖുർആൻ ആയത്തിന് നമ്മൾ ഫോളോ ചെയ്യാണ് പതിവ്. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന വേളയിൽ സുന്നത്ത് നിസ്കാരങ്ങളിലാണ് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുക? സുന്നത്ത് നിസ്കാരങ്ങളിൽ നമുക്ക് ഫാത്തിഹയ്ക്ക് ശേഷം നമുക്ക് എത്ര ആയത്തും ഓതാം. നമ്മുടെ റവാത്തിബ് സുന്നത്തുകളിൽ രാത്രി നമസ്കാരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഓരോ ആയത്തുകൾ വർദ്ധിപ്പിച്ച് അങ്ങനെ പാരായണം ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ള ഹിഫ്ളുകൾ അതൊക്കെ നമുക്ക് മുറാജഅ നടത്താൻ, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ എന്താണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ അത് പാരായണം ചെയ്യുന്നത് ഒരു പതിവാക്കി മാറ്റുക എന്നുള്ളത്. ഈ ഒരു ഉദ്ദേശാർത്ഥം നമ്മൾ ഇനി മുതൽ അത് നിർവഹിക്കുക. നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആൻ ആയത്ത് ഓതുമ്പോൾ ഇതായിരിക്കും ഓരോ ആയത്തിനും അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ ഈ ലോകത്ത് എണ്ണപ്പെടുന്ന ഉന്നതമായ സമ്പത്ത് ഏതാണോ അതിനേക്കാൾ ഇത് ഖൈറാണെന്നാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അറബികളെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സമ്പത്തിന്റെ ഉദാഹരണമാണ് പറഞ്ഞതെങ്കിൽ ഖിയാമത്ത് നാൾ വരേക്കുള്ള ജനതയ്ക്ക് ഏറ്റവും അവർ ഉന്നതമായി കാണുന്ന സമ്പത്തിന്റെ ഉദാഹരണങ്ങൾ ഏതോ അതിനേക്കാളും ഖൈറാണ് നമുക്ക് നിസ്കാരത്തിലെ ഖുർആനോത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് കേട്ടത് മുതൽ ഇനി നമ്മൾ നമ്മുടെ ഫർദ് നിസ്കാരങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങളിലും ഒക്കെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതാ നമ്മുടെ നന്മയുടെ റിക്കാർഡിൽ ഈ ലോകത്ത് വെച്ച് കിട്ടാവുന്ന ഉന്നതമായ സമ്പാദ്യങ്ങളെക്കാളും ഖൈറാണ് ഓരോ ആയത്തിനും എനിക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെടുന്നത് എന്ന്. ആ ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഈ വചനം നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ ആ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ആ അറിഞ്ഞ ഇൽമ് നാഫിയായി തീരുവാൻ, ഉപകാരപ്പെടുന്ന അറിവായി മാറുവാൻ ഭാഗ്യം കിട്ടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.